സംസ്ഥാനത്ത് ആത്മഹത്യകൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ. കഴിഞ്ഞ വർഷം മാത്രം ആത്മഹത്യ ചെയ്ത കർഷകന്റെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. 505 പേരാണ്. തൃശൂരിൽ മാത്രം ആത്മഹത്യ ചെയ്തത് 122 പേരും. സംസ്ഥാനത്ത് ഇന്നലെയും 2 പേർ ജീവനൊടുക്കിയിരുന്നു. ഇടുക്കിയിലും തിരുവനന്തപുരത്തുമായി. തീർച്ചയായും കർഷകാത്മഹത്യ പെരുകുന്നത് സർക്കാരിന്റെ സമീപനം കൊണ്ടാണ് എന്ന് ബോധ്യമാകുന്ന പ്രതികരണങ്ങളാണ് പീപ്പിൾ ടിവിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ കൂടി ചേരുകയാണ്. ദിനകർ, ഇന്നലെ 2 കർഷകർ ജീവനൊടുക്കി. ഒരാൾ മരിച്ചത് വളരെ വേദനാജനകമായ രീതിയിലാണ്. സ്വയം ചിതയൊരുക്കി ചാടേണ്ട അവസ്ഥയാണ്. അത് പ്രതീകാത്മകമായി അതും ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായും വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന പരിശോധനയിലാണ് നമുക്ക് ഈ കണക്കുകൾ ബോധ്യമാകുന്നത്. തീർച്ചയായും മുൻ സർക്കാരുകളുടെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും ഉള്ള കർഷകാത്മഹത്യയുടെ കണക്കുകൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് അത് ബോധ്യമാകുന്നത്? അത് സംസ്ഥാനത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് കർഷക ആത്മഹത്യ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ 2 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. ഒരാൾ ഇടുക്കി പൂപ്പാറയിലും മറ്റൊരാൾ തിരുവനന്തപുരം മലയൻകീഴിലുമാണ് ആത്മഹത്യ ചെയ്തത്. ഒരാൾ സ്വയം ചിതയൊരുക്കി ജീവനൊടുക്കുകയായിരുന്നുവെങ്കിൽ മറ്റൊരാൾ ബാങ്കിൻ്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. യുവ കർഷകനായ അജി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് എമ്പാടും നമ്മൾ പരിശോധിച്ചാൽ, കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചാൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 66 പേർ ആണ് ആത്മഹത്യ ചെയ്തത് എന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം. എന്നാൽ അത് അനൗദ്യോഗിക കണക്ക് പരിശോധിച്ചാൽ 500-ലധികം പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു. ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് കർഷക ജില്ല കൂടിയായിട്ടുള്ള വയനാട്ടിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലുമാണ് കർഷകരുടെ ആത്മഹത്യ വർദ്ധിച്ചിരിക്കുന്നത്. കാർഷിക രംഗം നേരിടുന്ന വലിയ തിരിച്ചടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. കർഷകർക്ക് നിലനിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാർഷിക വിളകളുടെ വിലത്തകർച്ചയാണ് ഇതിന് ഇടയാക്കിയിരിക്കുന്നത്. റബ്ബർ മേഖലയായാലും നെൽ മേഖലയായാലും അതോടൊപ്പം തന്നെ മറ്റ് നാണ്യവിളകളുടെ മേഖലയായാലും വിലത്തകർച്ച അതിരൂക്ഷമാണ്. ഇത് ദരിദ്ര ഇടത്തരം കർഷകരെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക നയങ്ങളും കോർപ്പറേറ്റ് വൽക്കരണവുമാണ് ഇതിന് ഇടയാക്കിയത് എന്ന പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അജിംഷാദ്, തീർച്ചയായും ദിനകർ, ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമുക്കറിയേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധി ലെസ്ലി ജോൺ കൂടി ചേരുകയാണ്. ലെസ്ലി, സ്വയം ചിതയൊരുക്കി അതിലേക്ക് ചാടി മരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കർഷകൻ എത്തിയിരിക്കുന്നു. സ്വന്തം വീട്ടിലെ ചികിത്സാ ചെലവ് പോലും മറികടക്കാനുള്ള കാര്യങ്ങൾ കൃഷിയിൽ നിന്ന് കിട്ടുന്നില്ല. കാർഷിക വൃത്തിയിൽ അധ്വാനവും മെനക്കേടുകളും മാത്രം മിച്ചമായി വരുന്ന ഒരു കർഷകന്റെ ദുരിതമാണ് ഇന്നലെ കേരളം കണ്ടത്. ചിതയൊരുക്കി ചാടി മരിക്കുകയെന്ന് വളരെ വേദനാജനകമായി സംസ്ഥാനം ഇന്നത് ചർച്ച ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഇടുക്കിയിലെ കർഷക ലോകം ഇതിനോട് പ്രതികരിക്കുന്നത്? എന്തൊക്കെ മറ്റു വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ? അജിംഷാദ്, കേരള സംസ്ഥാന പിറവിക്ക് ശേഷം ഒരുപക്ഷെ ഒരു കർഷകൻ സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയുണ്ടായ ആദ്യ സംരംഭമാകും ഇന്നലെ ഇടുക്കി കണ്ടത്. കേരളം വലിയ ഞെട്ടലോടെയാണ് വാർത്തകൾ ശ്രവിക്കുന്നതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇപ്പോഴും കർഷകർക്ക് പ്രതീക്ഷയില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളായി ഇടുക്കി ഹൈറേഞ്ച് പ്രദേശത്ത് കർഷകർ ആശ്രയിക്കുന്നത് ഏലകൃഷിയെയും ഒപ്പം തന്നെ കാപ്പി കൃഷിയെയാണ്. ഈ 2 കൃഷിയെയും ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കേവലം 500 രൂപ മാത്രമാണ് ഇപ്പോൾ ഒരു കർഷകന് ഏലത്തിൽ നിന്നും പരമാവധി ലഭിക്കുന്നത്. കർഷകന് 500 രൂപയുടെ 1 കിലോ ഏലം ഉൽപ്പാദിപ്പിക്കുന്നത് 700 മുതൽ 800 രൂപ വരെ നിലവിൽ ചെലവുണ്ട്. ഇത്തരം ചെലവെല്ലാം നിൽക്കുമ്പോഴും 500 രൂപ മാത്രമാണ്, പരിമിതമായ പൈസയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ 3 വർഷമായി ഏലം കർഷകർക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയും വലിയ സാമ്പത്തിക ബാധ്യതയും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് കർഷകർ പോകുന്നത്. നാമമാത്ര കർഷകർ മാത്രമാണ് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും കൃഷിയെ വീണ്ടും ആശ്രയിച്ച് ജീവിക്കാമെന്ന ആശയുള്ള ഒരു വിഭാഗമായി മാറിയിരിക്കുന്നത്. കാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. റബ്ബറിന് നൽകിയിരിക്കുന്ന സബ്സിഡി പോലുള്ള സഹായങ്ങൾ കാപ്പി കൃഷിക്ക് ലഭിച്ചില്ലെങ്കിൽ വളരെ അടുത്ത നാളുകളിൽ തന്നെ മലയോര മേഖലയിൽ നിന്നും കാപ്പി കൃഷി പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന പുറത്തേക്ക് പോകുന്ന തീർച്ചയായും ഈ പ്രതിസന്ധികളൊക്കെ തന്നെയല്ലേ ഇന്നലെ മരിച്ച കർഷകന്റെയും ജീവിതത്തിൽ പ്രതിഫലിച്ചത്? ലെസ്ലി, നോക്കൂ, മൃതദേഹത്തെയാണ് നാം ചിതയൊരുക്കി നശിപ്പിക്കുന്നത്. അത്തരത്തിൽ മൃതദേഹം കാർഷിക വൃത്തിയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്നു എന്ന പ്രതീകാത്മകമായ കാര്യം കൂടി ആ പ്രശ്നത്തിലുണ്ട്.
ഇന്ന് ഗൗരവമായി എല്ലാ സോഷ്യൽ മീഡിയയിൽ അടക്കം ഗൗരവമായി അത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നു. എങ്ങനെ ഇടുക്കിയുടെ കാർഷിക മേഖല ഇതിനോട് പ്രതികരിക്കുന്നു? സർക്കാരിന്റെ അലംഭാവവും അല്ലെങ്കിൽ നയങ്ങളുടെ നടത്തിപ്പിന്റെ വൈകല്യവുമാണ് ഇതെന്ന് തന്നെയാണോ കർഷകർ കാണുന്നത്? ആ പ്രശ്നങ്ങൾ കൂടി പെട്ടെന്ന്. തീർച്ചയായും കർഷകൻ ചിതയൊരുക്കി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് വളരെ പ്രതീകാത്മകമായ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ്. 2.5 ഏക്കർ ഭൂമിയിൽ വർഷങ്ങളായി ഏലകൃഷി ചെയ്തു വന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ചിതയൊരുക്കി മരിച്ച കർഷകൻ വിജയൻ. അദ്ദേഹം കഴിഞ്ഞ 6 മാസമായി കൃഷിയും മറ്റു കാര്യങ്ങളിൽ നിന്നും എല്ലാം തന്നെ ശ്രദ്ധ വിട്ടൊഴിഞ്ഞ ഒരു ഘട്ടത്തിലായിരുന്നു. ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുകയും ഒപ്പം തന്നെ കുടുംബഭാരങ്ങൾ മുഴുവൻ ഏൽക്കേണ്ടി വരുന്ന ആ കർഷകന്റെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കഴിഞ്ഞ 6 മാസമായി വിജയൻ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ മരിച്ചു ജീവിക്കുന്ന ഒരു കർഷക സമൂഹമായി ഹൈറേഞ്ച് പ്രദേശത്തിലെ മുഴുവൻ കർഷകരും നാൾക്കുനാൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായും ഇടുക്കിയിൽ നിന്നുള്ള സമഗ്രമായ വിവരങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്. ദിനകർ, നമുക്ക് കാണാനാകുന്ന കണക്കുകളുടെ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ വളരെ ഗൗരവമായ സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത്. മലയോര ജനതയുടെ പ്രശ്നം സംബന്ധിച്ച് ഇപ്പോൾ ആ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ ലെസ്ലി വിവരിച്ചു. നേരത്തെ CK ശശീന്ദ്രൻ വയനാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ നേരിടുന്ന കർഷകന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ആ കർഷകരുടെ ഇടയിൽ ജീവിക്കുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹം പങ്കുവച്ചു. മുല്ലക്കര രത്നാകരനും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പീപ്പിൾ TVയോട് പറഞ്ഞത് ഇതുതന്നെയാണ്. ഭരണകൂടത്തിന് തണലായി പ്രവർത്തിക്കാനാകും, അതിവിടെ നടക്കുന്നില്ല. അതാണ് കർഷക ആത്മഹത്യയുടെ വർധനവ്. തീർച്ചയായും കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ ഗൗരവമായ സ്ഥിതി. ഞെട്ടിക്കുന്ന ഒരു കണക്കുകൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2013-2014 സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കാർഷിക മേഖലയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി നൽകിയ പണത്തിൽ 251 കോടി 32 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടില്ല എന്ന് കാണാം. ഈ ഫണ്ട് ലാപ്സാക്കിയിട്ടുണ്ട്. ഈ പണം ലാപ്സാവുകയും അത് തിരികെ കേന്ദ്രത്തിലേക്ക് നൽകുകയുമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ നിരവധി കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ച, അതായത് സംസ്ഥാനത്തിന്റെ അവകാശമാണത്, ആ പണം പോലും ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള വസ്തുത കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ എത്ര കോടിയാണ് ലാപ്സാക്കിയത്? 251 കോടി 32 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ 2013-14 മാത്രം ലാപ്സായത്. അത് ചെലവഴിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ കർഷകരുടെ ആത്മഹത്യ തടയുന്നതിൽ ഒരു പരിധിവരെ ഗുണം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മറ്റൊരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ദരിദ്ര ഇടത്തരം കർഷകരൊക്കെയും ദുരിതത്തിലാണ്. തങ്ങളുടെ കാർഷിക വൃത്തിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ രംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നത്, ഒന്ന്, കാർഷിക വിളകളുടെ വില തകർച്ച, 2, കോർപ്പറേറ്റ് വൽക്കരണവും കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അജിം ഷാ. തീർച്ചയായും KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കർഷകാത്മഹത്യകൾ പെരുകുന്നു. കഴിഞ്ഞ വർഷം മാത്രം 505 പേർ മരിച്ചിരിക്കുന്നു. 122 പേർ തൃശ്ശൂരിൽ മാത്രം മരിക്കുന്നു. ഇന്നലെ 2 പേർ ജീവനൊടുക്കി. അതിലൊരാൾ സ്വയം ചിതയൊരുക്കിയാണ് ചാടി മരിച്ചത്. ഇങ്ങനെ ഗൗരവമായ സ്ഥിതികളിലേക്ക് പോകുമ്പോഴാണ് കണക്കുകളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ മറ്റൊരു കാര്യം കൂടി. ഈ ഇത്രയും സ്ഥിതികൾ ഗുരുതരമായ ഘട്ടത്തിലും 251 കോടിയാണ് കർഷകന് കിട്ടേണ്ടത്, സർക്കാർ ലാപ്സാക്കി കളഞ്ഞത് എന്ന കണക്കുകൾ കൂടി ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് KG ദിനകറും നൽകിയത്. ഉയർപ്പിന്റെ സ്മരണയിൽ യേശുപുത്രൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ആത്മസമർപ്പണത്തിന്റെ 50 ദിവസത്തെ നോമ്പുകാലത്തിന് കൂടിയാണ് ഇന്ന് വിരാമമാകുന്നത്. യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഠാനുഭവത്തെ തുടർന്ന് കുരിശേറിയ യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മദിനമാണ് ഈസ്റ്റർ. ലോക മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് യേശു തിരുമുറിവുകൾ ഏറ്റുവാങ്ങി നിത്യജീവനിലേക്കുള്ള വഴി അവർക്ക് തുറന്നുകൊടുത്തത്. ആ വിശ്വാസം പുതുക്കുന്നതിനായിട്ടാണ് ക്രൈസ്തവർ ഈസ്റ്ററും അതിനു മുന്നോടിയായുള്ള 50 നോമ്പ് ആചരണവും വിശുദ്ധവാരവുമൊക്കെ വർഷം തോറും ആചരിക്കുന്നത്. നീണ്ട നാളത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ അവസാനത്തിൽ വിശ്വാസികൾക്ക് പ്രത്യാശയുടെ പ്രകാശം പകർന്നുകൊടുത്തുകൊണ്ടാണ് ഓരോ ഈസ്റ്റർ ദിനവും സമാഗതമാകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ ഈ ദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആത്മീയാവേശത്തോടെ ആഘോഷിക്കുന്നു. ലോകം ഉയർപ്പാഘോഷിക്കുമ്പോൾ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകും. സംസ്ഥാനത്തും ഭക്തിനിർഭരമായാണ് വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ നടന്നു.
ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രത്യുത്തരമായിട്ട് ചൊല്ലുന്നു. പെസഹ തിരുത്തെളിക്കൽ കുർബാന നവീകരണമടക്കം 4 ഘട്ടങ്ങളായാണ് തിരുക്കർമ്മങ്ങൾ നടന്നത്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കണക്കിന് വിശ്വാസികളാണ് പാതിരാ കുർബാനയിൽ പങ്കെടുത്തത്. മലീമസമായ ജീവിതത്തെ മുഴുവൻ മറന്ന് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുദേവനെ മനസ്സിൽ ധ്യാനിച്ച് പുതിയ മനുഷ്യരാകാനാണ് ഓരോ ഈസ്റ്റർ ദിനവും പറയുന്നത്. ന്യൂസ് ഡെസ്ക്. ഇപ്പോൾ ജെറുസലേമിൽ നിന്നും ഫാദർ ശ്ലീബ കാട്ടുമങ്ങാട് ഞങ്ങളുടെ പ്രതിനിധിയായി വിവരങ്ങൾ നൽകാനായുണ്ട്. ഫാദർ ശ്ലീബ, അതായത് ജെറുസലേമിലെ ഈസ്റ്റർ വിശേഷങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു, ഇസ്രായേൽ സർക്കാരിന്റെ സമീപനം, ഒപ്പം എങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങൾ, ആചാരങ്ങൾ? ഇസ്രായേൽ ഗവൺമെന്റിന്റേതായ പ്രത്യേക സംരക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളോടുകൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ക്രൈസ്തവ സഭാംഗങ്ങൾ വളരെ ഭക്തിനിർഭരമായി ഈസ്റ്റർ ആഘോഷം ഇന്നലെ പല ഘട്ടങ്ങളായി തുടങ്ങി. രാത്രി 12 മണിക്കുള്ള ആരാധനാ പ്രാർത്ഥന കബറിട ദേവാലയത്തിൽ നടത്തപ്പെട്ടതോടുകൂടെ ഈസ്റ്റർ പ്രത്യേകമായ ശുശ്രൂഷകൾ കഴിയുകയും ഈസ്റ്ററിന്റെ ആശംസകൾ നേർന്ന് പരസ്പരം ചുംബനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ വന്നിരിക്കുന്ന ആളുകളോടൊപ്പം കേരളത്തിൽ നിന്നും പല ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയായ അനുഭവമായിരുന്നു. ഈ വർഷം തണുപ്പും മഴയും ചെറുതായിട്ടുണ്ടായിരുന്നത് കൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ആളുകൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നും ഒരു ആളുകളുടെ ഇടയിൽ ഒരു പ്രത്യേക അനുഭവമായി തോന്നുകയും ചെയ്തു. എന്നാൽ വന്നിരുന്ന എല്ലാവരും ഭക്തി നിർഭരമായി ഈസ്റ്റർ ചടങ്ങുകൾ സംബന്ധിച്ച് സന്തോഷകരമായ അനുഭവത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. യെരുശലേമിൽ നിന്ന് കൈരളി ടിവിക്ക് വേണ്ടി ഫാദർ ശ്ലീബ കാട്ടുമങ്ങാട്ട് ഈസ്റ്റർ ആശംസകൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട് യെരുശലേമിൽ നിന്ന്. ശരി ഫാദർ ശ്ലീബ കാട്ടുമങ്ങാടാണ് ജെറുസലേമിലെ വിവരങ്ങൾ ഒക്കെ നൽകിയത്. ഈസ്റ്റർ ആഘോഷത്തിൽ ക്രൈസ്തവ ലോകം. മറ്റു വാർത്തകളിലേക്ക് പോയാൽ, ഇപ്പോൾ INL-ന്റെ സീറ്റുമായി ബന്ധപ്പെട്ട ധാരണ ആണ് പുറത്തെത്തുന്ന വാർത്തകളിൽ മറ്റൊന്ന്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ? ദിനകർ ചേരുന്നു. ദിനകർ, 3 സീറ്റാണ് INL-ന് ലഭിക്കാനായി പോകുന്നത് എന്നതാണ്. കോഴിക്കോട് സൗത്തിന്റെ കാര്യം നേരത്തെ പുറത്തെത്തിയതാണ് വാർത്തകളായി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ എത്തുന്നത്? INL-ലുമായി CPM നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നു. 3 സീറ്റുകളിലാണ് INL മത്സരിക്കുക. പള്ളിക്കുന്ന്, കോഴിക്കോട് സൗത്ത്, അതോടൊപ്പം കാസർഗോഡ് എന്നീ 3 മണ്ഡലങ്ങളിലായിരിക്കും ഇത്തവണ INL മത്സരിക്കുക. കാസർഗോഡ് നേരത്തെ കഴിഞ്ഞ തവണയും അവർ മത്സരിച്ച സീറ്റ് തന്നെയാണ്. കൂത്തുപറമ്പിന് പകരം കൂത്തുപറമ്പ് CPM ഏറ്റെടുത്തുകൊണ്ട് പകരം വള്ളിക്കുന്നാണ് INL-ന് വിട്ടു നൽകിയിരിക്കുന്നത്. അതോടൊപ്പം വേങ്ങരയാണ് കഴിഞ്ഞ തവണ INL മത്സരിച്ച മറ്റൊരു സീറ്റ്. അവിടെ ഇത്തവണ വേങ്ങരയ്ക്ക് പകരം വേങ്ങര CPM ഏറ്റെടുത്തുകൊണ്ട് കോഴിക്കോട് സൗത്ത് ആണ് ഇത്തവണ INL മത്സരിക്കുക. രാവിലെ AKG സെന്ററിലായിരുന്നു ഉഭയകക്ഷി ചർച്ച നടന്നത്. അജിം ഷാ. തീർച്ചയായും വ്യക്തമാണ്. KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കൂടുതൽ സങ്കീർണമാകുന്നു. എ ഗ്രൂപ്പിനെ പിളർത്താനുള്ള നാടകീയ നീക്കവുമായി VM സുധീരൻ രംഗത്തെത്തി. ആരോപണ വിധേയനായതിനാൽ ബെന്നി ബെഹനാന് തൃക്കാക്കര സീറ്റ് നൽകരുതെന്നും പകരം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ PT തോമസിന് സീറ്റ് നൽകണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സുധീരന്റെ നീക്കത്തിൽ ഉമ്മൻചാണ്ടി ധർമ്മസങ്കടത്തിലാണെന്നാണ് സൂചന. AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പുതുതായി 4 പേരെ ഉൾപ്പെടുത്തിയത് സുധീരന് തിരിച്ചടിയുമായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് എ ഗ്രൂപ്പിനെ പിളർക്കുന്ന തരത്തിലുള്ള നാടകീയ നീക്കവുമായി സുധീരൻ രംഗത്തെത്തിയത്. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലെ ഒരു ചേരിയുടെ വക്താവായ ബെന്നി ബെഹനാനെതിരെ മറ്റൊരു ചേരിയുടെ വക്താവായ PT തോമസിന്റെ പേര് സുധീരൻ നിർദ്ദേശിച്ചത് എ ഗ്രൂപ്പ് കേന്ദ്രങ്ങളിൽ ഞെട്ടലുളവാക്കി. ആരോപണ വിധേയനായതിനാൽ തൃക്കാക്കര മണ്ഡലത്തിൽ ബെന്നി ബെഹനാനെ മത്സരിപ്പിക്കരുതെന്നും പകരം അവിടെ PT തോമസിനെ മത്സരിപ്പിക്കണമെന്നുമാണ് സുധീരന്റെ നിർദ്ദേശം. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ 2 പേരുടെ പേരുകൾ ഉയർന്നു വന്നതോടെ ഉമ്മൻചാണ്ടി ധർമ്മസങ്കടത്തിലാകുമെന്നാണ് സുധീരന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയുടെ എണ്ണം കുറയ്ക്കണമെന്ന സുധീരന്റെ നിർദ്ദേശത്തെ തിരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങൾ ഒന്നിച്ചെതിർത്തു. കോൺഗ്രസ് മത്സരിക്കുന്ന 14 മണ്ഡലങ്ങളിൽ ഒറ്റപ്പേര് മാത്രമാണ് നിർദ്ദേശിക്കാൻ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചത്. പുതുപ്പള്ളി, ഹരിപ്പാട്, തിരുവനന്തപുരം സെൻട്രൽ, അരുവിക്കര, വട്ടിയൂർക്കാവ്, പറവൂർ, കോട്ടയം, തൃത്താല, ആലുവ, മൂവാറ്റുപുഴ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, വണ്ടൂർ എന്നീ സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ.
പത്തനാപുരത്ത് സിനിമാ താരം ജഗദീഷിൻ്റെ പേര് മാത്രമാണ് KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി ഹൈക്കമാൻഡിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അഴിമതി ആരോപണ വിധേയനായ കെ ബാബു, അടൂർ പ്രകാശ് എന്നിവരെ യാതൊരു കാരണവശാലും കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുത്തരുതെന്നാണ് സുധീരൻ്റെ വാദം. 28-ന് ചേരുന്ന കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ അന്തിമ പട്ടിക ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അതിനിടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഐ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും, എ ഗ്രൂപ്പിൽ നിന്ന് ആര്യാടൻ മുഹമ്മദും കൊടിക്കുന്നിൽ സുരേഷും ഇടം പിടിച്ചു. ഇതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സമിതിയുടെ എണ്ണം 11 മാറി. സ്ക്രീനിംഗ് കമ്മിറ്റി വിപുലപ്പെടുത്തിയത് സുധീറിന് തിരിച്ചടിയായിരിക്കുകയാണ്. സാധാരണഗതിയിൽ പാർലമെന്ററി പാർട്ടി ലീഡറും പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റുമല്ലാതെ മറ്റാരും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളാവാറില്ല. ഈ കീഴ്വഴക്കം തെറ്റിച്ച് 4 അംഗങ്ങളെ ഉൾപ്പെടുത്തിയതോടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിന്നും അന്തിമ തീരുമാനമുണ്ടാവില്ലെന്നുറപ്പായി. അങ്ങനെ വന്നാൽ 30-നോ 31-നോ ചേരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിലാവും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. RSP 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചവറയിൽ മന്ത്രി ഷിബു ബേബി ജോണും ഇരവിപുരത്ത് A അസീസും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും മത്സരിക്കും. തങ്ങൾക്ക് അനുവദിച്ച 5 സീറ്റുകൾക്ക് പുറമെ 1 സീറ്റ് കൂടെ നൽകണമെന്നും ആറ്റിങ്ങൽ സീറ്റിന് പകരം മറ്റൊരു സീറ്റ് നൽകണമെന്നും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടതായി A അസീസ്. ആവശ്യപ്പെട്ടിട്ടുള്ള സീറ്റുകളുടെ എണ്ണം 8 ആയിരുന്നു. എന്നാൽ ചർച്ചകൾ കൂടി അവസാനം 6 ഞങ്ങൾ പരിമിതപ്പെടുത്തുകയും UDF നേതൃത്വം 5 എണ്ണം നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. 3 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമേ 2 എണ്ണം. ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മണ്ഡലമാണ് അവർ പറഞ്ഞിട്ടുള്ളത്, SC മണ്ഡലമാണ്. വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആറ്റിങ്ങൽ സീറ്റ് മാറ്റിത്തരണം, തിരുവനന്തപുരം ജില്ലയിൽ മറ്റൊരു സീറ്റ് തരണം. സീറ്റിൻ്റെ എണ്ണം 6 വർദ്ധിപ്പിച്ചുകൊണ്ട് മലബാറിൽ കൂടി ഒരു സീറ്റ് തരണം.